നെയിം ഫ്ലിപ്പ്. ആ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. നെയിം ഫ്ലിപ്പ്. ബാഗ് എന്തിനു ഉപയോഗിക്കുന്ന എന്തെങ്കിലും പറ. ബുക്ക് കെട്ടാൻ. ആ പൊതി കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ബുക്ക് കെട്ടാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഈ കൂട്ടത്തിൽ ഇത്ര പേരാണ് ഏറ്റവും വിവരമുള്ളത് ഞങ്ങളുടെ അതൂട്ടനാണ്. സ്വാപ്ലയർ എങ്ങനെയാ യൂസ് ചെയ്യുന്നത് ആർക്കും അറിയത്തില്ല. കാശി അതെ, കാശി ഞാനും അതൂട്ടനും ആകെ ഡീസന്റ്. അല്ലല്ല, ഞാൻ ആ കോളേജിന്റെ ഐശ്വര്യം. അപ്പൊ 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നാളെ സ്കൂൾ തുറക്കാൻ പോകണം. എന്റെ കൂടെ എത്രയും ദിവസം എല്ലാത്തിനും കൂടെ ഇങ്ങനെ പുറകെ നടക്കാൻ പോകും. 2 സംഘാടകർ. അതെ, 2 സംഘാടകരല്ലോ കേട്ടോ. എനിക്കൂടെ പേര് ബാക്കിൽ മൊത്തം ആൾക്കാരാണ്. ഒരു കൂട്ടം പിള്ളേരുണ്ട് ബാക്കിൽ. എല്ലാവരും 2 മാസമായിട്ട് ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ നാളെ ശരിക്കും പറഞ്ഞ സ്കൂൾ തുറന്ന് എല്ലാവരും പോയി. ഞങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ നല്ല ചെറിയ വിഷമമൊക്കെ ഉണ്ടോ മനസ്സിൽ ഇവിടെ അതൊക്കെ ചുമ്മാ അമ്മയ്ക്ക് അച്ഛന് നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ എങ്ങനെയാലും നാശങ്ങളൊന്ന് പോയാ മതിയത്. കുറച്ച് സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതുകൊണ്ട് നാട്ടോ ഇതെല്ലാം നിങ്ങളെ കാണിക്കണം നിർബന്ധമായിട്ട്. അമ്മ ഇത് കൊണ്ടുവന്നിട്ട് പറയും അവന് എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ കാണും. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവനിതെല്ലാം നിങ്ങളെ കാണിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ എന്നോട് നമുക്ക് വീഡിയോ എടുക്കണം, ഇതെല്ലാം നമുക്ക് കാണിക്കണം എന്ന് പറയാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുക. ഞങ്ങളപ്പോ അമ്പലത്തിലൊക്കെ പോയി, ഒന്ന് കമ്മിയായപ്പോ അമ്പലത്തിലൊക്കെ പോയി. ആ സ്കൂൾ തുറക്കല്ലേ, എന്നിട്ടിപ്പൊ വന്നതേ ഉള്ളൂ. അതിട്ട് മറ്റേ ഹലോ ഗൈസ്. ആ ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നേ നമ്മള് മേടിച്ച സാധനങ്ങളൊക്കെ കാണിക്കാൻ. ഇതൊക്കെ പുത്തൻ സ്റ്റോക്ക് ആണ്. ബ്രാൻഡ് അമ്മായിയുടെ മോൻ. ഓക്കെ, ഭയങ്കര ഇഷ്ടമാണ്. കാലിൽ ഇട്ടിട്ട് നല്ലതായിരുന്നു. അത് വാങ്ങിച്ചു. നെയിം ഫ്ലിപ്പ്. ആ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. നെയിം ഫ്ലിപ്പ്. കാറിന്റെ നെയിം ഫ്ലിപ്പ് ഉണ്ട്. ഇവിടെ ക്ലോസ് ഷോട്ട് കാണിക്കാം. ഏതാ കാറ്? എവിടെ? എന്റെ കണ്ണൊക്കെ പോയി അമ്മൂമ്മയായിരുന്നു കണ്ടല്ലോ. ലംബോർഗിനി, ബുഗാട്ടി. ഓക്കെ, ബാക്കി പറഞ്ഞിട്ട് റോയൽ എൻഫീൽഡ്, BMW. അടുത്ത ഫ്ലിപ്പ് വന്നു. സ്ലിപ്പ്. ബാഗിന്റെ കൂടെ ആക്ച്വലി ഒരുപാട് സാധനം ഫ്രീ. എന്തെങ്കിലും ഒരെണ്ണം ഇപ്പൊ പറഞ്ഞേനെ. സ്കൂളിൽ വേണ്ടതാണ്. അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടാകാനായിട്ടുള്ള ക്രയോൺസ് വെക്കാൻ പ്രത്യേകം മോഹിച്ചത്. അതിനൊരു സംഭവം ഇല്ല. അതൊക്കെ കണ്ടപ്പോ അത് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. അതൊക്കെ എല്ലാം ഇത് അമ്പാടിയുടെ ബാഗ് കേട്ടോ. ഇതാണ് അമ്പാച്ചേട്ടന്റെ ബാഗ് അല്ലേ? ഇതാട്ടോ നമ്മുടെ അതൂട്ടന്റെ ബാഗ്. ഇതിലേത് ബാഗാണ് നല്ലതെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും കേട്ടോ. ആകെ ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ളവരെ ഇത് കാണും, ഞങ്ങൾ അതിന് കമന്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വട്ടംപറമ്പിൽ ഫാമിലിയിലെ ആൾക്കാരുണ്ടെങ്കിൽ പറയാം നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത്. പറ, അതോടും പറ. എന്തിനു ഉപയോഗിക്കുന്ന എന്തെങ്കിലും പറ. ബുക്ക് കെട്ടാൻ. ആ പൊതി കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ബുക്ക് കെട്ടാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
എനിക്കത് കാണുന്നതേ ഇഷ്ടമല്ല. എനിക്ക് സ്കൂളിൽ പോകാൻ ഓർമ്മ വരും. ഇത് കാണുമ്പോ എനിക്ക് ഹോംവർക്ക് ചെയ്യുന്നതൊക്കെ ഓർമ്മ വരും. എനിക്ക് അത് ഇഷ്ടമല്ല. അതെന്താ തുണി അളക്കുമ്പോഴോ? അതെന്തിനാ അതുകൊണ്ട് അതങ്ങനെ വെക്കുന്നേ? അതെന്തിനാ അങ്ങനെ തൂക്കി വെക്കുന്നേ? താഴെ പോയിരിക്കും കാറ്റടിക്കുമ്പോ. ക്ലൈമറ്റ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് തുണി താഴെ പോകാതിരിക്കാനാണ് അത് ഇടുന്നത്. കണ്ട സൂപ്പർ പെൻസിൽ. വരയിടാത്തത് വരയിട്ടത്. അതെ ബാഗിൽ ഇട്ട് കാണിക്കേ. പക്ഷെ ചേരും കറക്റ്റാ. നീ അതുകൊണ്ടേ അതുകൊണ്ടിന്റെ അതേ സൂക്ഷിച്ചു നോക്കണം. ആ വട്ടത്തിന്റെ ഉള്ളിൽ അതുകൊണ്ടിന്റെ ബാഗിന്റെ കളറുണ്ട്. എന്താ അത് ചിലപ്പോ ഞാൻ മിക്സർ വാങ്ങിയിരുന്നു അതിന്റെ കൂടെ കാണും. മേ ബി കാണുമായിരിക്കും. ആ കടയിൽ നിന്ന് ഞാൻ വാങ്ങിയത്. ഞാൻ കുറച്ച് കഴിക്കുന്ന സാധനം മേടിച്ചത് അതിന്റെ അടുത്ത് ഇട്ടിട്ടുണ്ടോ? ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. വാട്ടർ ബോട്ടിൽ അതുകൊണ്ട് ബാഗിൽ ഇട്ട് കാണിക്കേ. ഒരാൾ പേന നോക്കാൻ പോയിട്ടുണ്ട്. വെയിറ്റ്, ഇതൊന്ന് ഇട്ട് കാണിക്കട്ടെ എന്നിട്ട് അവനെ ഇടാം. കണ്ടോ, ഇതാണ് അതൂട്ടന്റെ കുപ്പി. വെയിറ്റ്, ഇതാ. ആരാത്? സ്ലാബ് പ്ലെയർ. അമ്മയും കുഞ്ഞുണ്ട് സ്ലാബ് പ്ലെയറിന്. കണ്ടോ, ഈ കൂട്ടത്തിൽ ഇത്ര പേരാണ് ഏറ്റവും വിവരമുള്ളത് ഞങ്ങളുടെ അതൂട്ടനാണ്. സ്ലാബ് പ്ലെയർ എങ്ങനെയാ യൂസ് ചെയ്യുന്നത് ആർക്കും അറിയത്തില്ല. അടിയാനുള്ള സാധനമാണ് ഇത്. ഓക്കെ, അതായത് സ്ലാബ് പ്ലെയർ. റേസറിന്റെ ഈ സ്റ്റൈലില്ല കേട്ടോ. റേസർ, ഇറേസറിന്റെ ഈ ഇല്ല, റേസർ. ഇത് ഞങ്ങൾ അതോടെ സ്ക്രിപ്റ്റ് എഴുതി. ഇത് ഞങ്ങൾ അതോട്ടെ ഒന്നുകൂടെ പറഞ്ഞു. ഒന്നുകൂടെ ഇത് ഞങ്ങൾ അതോടെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താട്ടോ. അതാ ഇങ്ങനെ അച്ചടി ഭാഷ സംസാരിക്കുന്നത്. നാളെ ഞാൻ എന്റെ സ്കൂളിൽ പോകും. അതിനുശേഷം എന്റെ ആരവ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇത്രയുള്ള സ്ക്രിപ്റ്റ്. ഇനി ഒറിജിനൽ പറ. നാളെ എന്നിട്ട് എന്നാക്കി ചെയ്യുന്നു. ആരെയാ നമ്മുടെ സ്കൂൾ അടച്ചിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? പോകുമ്പോ അമ്മേനെ. അത് കഴിഞ്ഞിട്ട് എടാ അത് അമ്മ കഴിഞ്ഞിട്ട് ആരെയാ മിസ് ചെയ്യുന്നത് വീട്ടില്? അമ്പാടിനെ. അത് കഴിഞ്ഞിട്ട് കാശിനെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അല്ല അമ്മ ഓൾറെഡി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ കൊള്ളാം അതൂട്ടാ. നീ ലാസ്റ്റ് ചേച്ചി പല്ലേ. ശരി ശരി. അപ്പൊ അച്ഛയോ? ആ ശരി. അപ്പൊ അമ്മ?
ഉറപ്പായിട്ടും അതെ. അവൻ രാവിലെ എന്നോട് ഇന്ന് രാവിലെ അമ്മ നാളെ എനിക്ക് സ്കൂളിൽ പോയിരിക്കുമ്പോ അമ്മ മിസ് ചെയ്യും, അമ്മയ്ക്ക് എന്നെ മിസ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ഉറപ്പായിട്ട് മിസ് ചെയ്യും. എന്നാലും അതുകൊണ്ട് സ്കൂളിൽ പോകണം, മടിക്കണ്ടേ. അതുകൊണ്ട് സ്കൂളിലൊക്കെ പോകണം, മിടുക്കനായിട്ട് പോകണം, മടിയില്ലാതെ പോകണം എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ കുറിച്ച് സംസാരിച്ചായിരുന്നല്ലേ. അതുകൊണ്ടാ ഒന്നോർത്തേക്ക് എത്ര ജനറേഷൻ മാറുന്നു, AI യുഗം വരുന്നു. പക്ഷെ ഈ സ്കൂളിൽ പോകുമ്പോൾ വിഷമത്തിന് മാത്രം എത്ര ജനറേഷൻ കഴിഞ്ഞാലും നമുക്ക് വിഷമം ഉണ്ടാവും സംഭവം തന്നെ അല്ലേ? പ്രത്യേകിച്ച് ഇവര് രണ്ടുപേരും ഒക്കെ സ്കൂളിലൊക്കെ സമയമൊക്കെ കഴിച്ച് അവര് വലുതായോണ്ട് കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പം പിന്നെ അമ്പാടി പോകുന്ന വീട് നല്ല ആശ്വാസം, നല്ല സുഖമാ. അതുകൊണ്ട് അവനെ പറ്റി പറഞ്ഞ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ. പക്ഷെ ഞങ്ങളുടെ അതുകൊണ്ട് അങ്ങനെയല്ല. അമ്പാടി നന്ദു പോയാൽ തന്നെ 2 വീട് തൃപ്തിയായി. കാശി അതെ, കാശി ഞാനും അതുകൊണ്ട് ആകെ ഡീസൽ. അല്ലല്ല, ഞാൻ ആ കോളേജിന്റെ ഐശ്വര്യം. അതുകൊണ്ട് ബാക്കി പറയാം. പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം. ഏത് ടീച്ചറാ? ഓക്കെ, ഒന്ന് കാണണം. ഓക്കെ, അമ്പാടിക്ക് ഒരു വിശേഷവും ഇല്ല, നന്നായി പൊക്കോണ്ടിരിക്കുന്ന സ്കൂളിലേക്ക് അമ്പാടിയതാ വീണ്ടും കടന്നു. നന്ദു ഇവിടെ ഇരുന്ന് ഇളിച്ച് കാണിക്കുന്നുണ്ട്. അവനറിയത്തില്ല അവൻ എത്ര ക്ലാസ്. അവൻ എഴുന്നേറ്റ് ഓടി, നന്ദു ഓടിയിരിക്കുന്നു. നന്ദു കോൺഫിഡന്റ് ആയിട്ടിരിക്കാൻ, നന്ദു കോൺഫിഡന്റ് ആയിട്ടിരിക്കും. വാ വാ വാ, ഞാൻ ലാസ്റ്റ് കാണിക്കാം. അതെ എല്ലാരും ഞങ്ങളാണ് നേരത്തെ അമ്മ അവകാശപ്പെട്ട ആ കുട്ടികൾ. ഞാൻ മീനാക്ഷിയാണ്. ഇവനാണ് കാശിനാഥ്. ഇവന് ഇപ്രാവശ്യത്തെ 10ാം ക്ലാസ് പരീക്ഷയിൽ ഒരുപാട് ഇപ്രാവശ്യം A+, ഫുൾ A+ന്റെ ആൾക്കാർ കുറവായിരുന്നു. എന്നിട്ടും ഫുൾ A+, വിജയം നേടി കുടുംബത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച കാശിനാഥ്. ഗ്രേസ് ഗേൾ കോട്ടയുടെ ശക്തി പിടിക്ക്, എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. കാശിനാഥാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അപമാനം. ഇവൻ ഇപ്രാവശ്യം 10ാം ക്ലാസ്സിൽ റിസൾട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അറിയിച്ചു. ഇപ്രാവശ്യം ആയിട്ടേ ഉള്ളൂ, അടുത്ത വർഷം നമുക്ക് അറിയാൻ പറ്റും. ഇവൻ 10ാം ക്ലാസ്സിലാണ്. കുറച്ചാണ് കുപ്പിപ്പാലും കൂടി ഇപ്പൊ നിർത്തിയതേ ഉള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിലെ കുണുവാതയാണ് ഇവൻ. എന്നെ ബോഡി ഷെയിം ചെയ്യരുത് കേട്ടോ. ഇത് കേസാവും ഇത് കണ്ടു കഴിഞ്ഞാൽ. മുതുക്കി ഈസ് എ ബാഡ് വേർഡ്. എനിക്ക് 20 വയസ്സേ ഉള്ളൂ. ഇവരൊക്കെ കുഞ്ഞു പിള്ളേരായത് എന്റെ തെറ്റാണ്. ഈ വീട്ടിൽ അല്ലെ ഈ വീട്ടിൽ വലിയ പിള്ളേരല്ലാതെ ഇഷ്ടം കണ്ടത് ചെല്ലു നേരം അത് നോക്ക് നോക്ക. ഈ കാറിൽ ഏത് കാറാണ്? അവിടെ ആ കാറിൽ ഏതാ ഇഷ്ടം? പച്ചയോ ഈ സുമല്ലേ? അതുകൊണ്ട് ഇഷ്ടം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മുടെ സ്ലീപ്പ് ഓവർ നൈറ്റ് നമ്മൾ കല കളിക്കും. കാരണം ഇന്നാണ് ലാസ്റ്റ് സപ്പർ. കാരണം നാളത്തെ സൂപ്പർ ഫാസ്റ്റിന് വിട്ടോണം എന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാരും ഓരോ മുറിയിലേക്ക് മാറും ഇന്നത്തെ ദിവസം. ഞങ്ങൾക്ക് എല്ലാവർക്കും സെപ്പറേറ്റ്. നാളെ മുതൽ അമ്മയ്ക്ക് അമ്മാടിയെ തന്നെ ഒന്ന് കിട്ടണം. അതുകൊണ്ട് കേട്ടു ഞങ്ങളെല്ലാരും ഓരോ റൂമിലേക്ക് മാറും. ഇവർ തൊട്ടപ്പുറം 2 വീട് അപ്പുറമുള്ള വീട്ടിലേക്ക് മാറും. അടുത്തത് ശിവനന്ദ് വിയെ അവന്റെ സ്വന്തം വീട് എന്നെ അവൻ കരുതപ്പെടുന്ന വീട്ടിലേക്ക് അവനും മാറും. എന്റെ മുറി എന്ന് കരുതപ്പെടുന്ന എന്റെ മുറിയിലേക്ക് ഞാൻ മാറും. മേളിൽ ഇവന്റെ മുറി എന്ന് കരുതപ്പെടുന്നതിന് ഇവിടെ ഒന്നുമില്ല. പക്ഷെ ഇവനെ ഈ അറ്റത്തുള്ള മുറിയിൽ കടത്തും. അതെ, മൂല കൂട്ടിയിട്ട് അതൊക്കെയാണ്. പിന്നെ നന്ദിയൊക്കെ ഇപ്രാവശ്യം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. കാരണം ചിറ്റയുടെയും കൊച്ചിന്റെയൊക്കെ ഫോണിൽ ലോക്കൊക്കെ മാറ്റി കൊടുക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവന് ഇൻസ്റ്റാഗ്രാം കൊടുക്കരുത്, ഇവന് ഫോൺ യൂസേജ് അതെ അങ്ങനത്തെ ഓർഡർ ഒന്നും. പിന്നെ അമ്മയുടെ ഫോണിൽ ലോക്ക് മാറ്റിയല്ലേ? മാറ്റി ഓൾറെഡി മാറ്റി പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി എല്ലാരും എന്റെ ഫോണിൽ നോക്കട്ടെ.